കോപ്പ അമേരിക്കയിൽ ഇക്വഡോറിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ കീഴടക്കി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സെമിഫൈനലിലേക്ക് ചുവടുവെച്ചു. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയായതിനെ തുടർന്നാണ് മത്സരം ഷൂട്ടൗട്ടിലേക്ക് നീങ്ങിയതും 4-2 വിജയം അർജന്റീന പിടിച്ചെടുത്തതും. ഷൂട്ടൗട്ടിൽ ഇക്വഡോറിൻ്റെ 2 കിക്കുകൾ തടഞ്ഞ അർജന്റീനൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ് ടീമിൻ്റെ രക്ഷകനായത്. കളിയുടെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ഇക്വഡോറിൻ്റെ മുന്നേറ്റങ്ങൾ അർജന്റീനയ്ക്ക് തലവേദന സൃഷ്ടിച്ചിരുന്നു. എന്നാൽ പതിയെ താളം കണ്ടെത്തിയ അർജന്റീന മത്സരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. 35-ാം മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസിലൂടെ അർജന്റീന ഇക്വഡോറിൻ്റെ വലകുലുക്കി. മെസ്സിയുടെ കോർണറിൽ നിന്നും വന്ന പന്ത് മക്കലിസ്റ്റർ ഹെഡ് ചെയ്ത് മറിച്ചു കൊടുത്തത് കാത്തുനിന്ന മാർട്ടിനസ് ഹെഡറിലൂടെ സ്കോർ ചെയ്യുകയായിരുന്നു. തുടർന്ന് രണ്ടാം പകുതിയുടെ തുടക്കം മുതൽ മികച്ച പ്രകടനമാണ് അർജന്റീന പുറത്തെടുത്തത്. 61-ാം മിനിറ്റിൽ ഗോൾ മടക്കാനുള്ള സുവർണാവസരം ഇക്വഡോറിന് ലഭിച്ചു. കോർണറിനെ തുടർന്ന് വന്ന പന്തിൽ ഡീപോളിനെതിരെയുള്ള ഹാൻഡ്ബോൾ അപ്പീൽ പെനാൽറ്റി വിളിക്കുകയായിരുന്നു. എന്നാൽ കിക്കെടുത്ത ഇന്നർ വലൻസിയയ്ക്ക് ലക്ഷ്യം പിഴച്ചു. പോസ്റ്റിൽ തട്ടി പന്ത് പുറത്തേക്കാണ് പോയത്. തുടർന്ന് 68-ാം മിനിറ്റിൽ മെസ്സിയുടെ തകർപ്പനൊരു ഷോട്ട് ഇക്വഡോർ ഗോൾ കീപ്പർ സേവ് ചെയ്തു. വിജയമുറപ്പിച്ച് നീങ്ങിയ അർജന്റീനയെ ഞെട്ടിച്ചുകൊണ്ട് ഇഞ്ചുറി ടൈമിൽ കെവിൻ റോഡ്രിഗസ് ഇക്വഡോറിന് സമനില ഗോൾ സമ്മാനിച്ചു. തുടർന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയ മത്സരത്തിൽ അർജന്റീനയ്ക്കായി ആദ്യ കിക്കെടുത്ത മെസ്സി പന്ത് പുറത്തേക്കടിച്ചു കളഞ്ഞു. ഇക്വഡോറിൻ്റെ ആദ്യ കിക്കെടുത്ത ഏഞ്ചൽമനയെ എമി മാർട്ടിനസ് തടഞ്ഞു. അർജന്റീനയുടെ രണ്ടാം കിക്ക് ആൽവരസ് വലയിലാക്കി. സ്കോർ 1-0. ഇക്വഡോറിൻ്റെ അലൻ മിൻഡെ എടുത്ത കിക്കും എമിലിയാനോ രക്ഷപ്പെടുത്തി. അർജന്റീനയ്ക്കായി മൂന്നാം കിക്കെടുത്ത മക്കലിസ്റ്ററും ഇക്വഡോർ വലകുലുക്കി. സ്കോർ 2-0. തിരിച്ച് കിക്കെടുത്ത ഇക്വഡോറും ലക്ഷ്യം കണ്ടു. സ്കോർ 1-2. നാലാം കിക്കിലൂടെ മോണ്ടിയൽ സ്കോർ 3-1 മാറ്റി. ഇക്വഡോറിനായി കാസഡോ ലക്ഷ്യം കണ്ടതോടെ സ്കോർ 2-3 മാറി. അവസാന കിക്കെടുത്ത നിക്കോളസ് ഒറ്റമെൻഡി ലക്ഷ്യം നേടിയതോടെ 4-2 വിജയവും സെമിഫൈനൽ പ്രവേശനവും അർജന്റീന നേടിയെടുത്തു. കാനഡയും വെനിസ്വലയും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരം വിജയികളെയായിരിക്കും അർജന്റീന സെമിഫൈനലിൽ നേരിടുന്നത്. ജൂലൈ 10 ബുധനാഴ്ചയാണ് സെമിഫൈനൽ മത്സരം നടക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.